ആരെ കൂടെ പോണേ? ഇന്നലെ കണ്ട പെങ്കൊച്ചല്ലേ? ഇവർ തമ്മിൽ എന്താ ബന്ധം? ഋത്തിക്? ഹോ, നീ വീണ്ടും വന്നാ? ഋത്തിക്, ഇതാരാ? ഇതെന്റെ ഗേൾഫ്രണ്ടാ. പേരെന്താ? കീർത്തി. കീർത്തിയോ? നീ ഇങ്ങനൊരു കാര്യത്തെ കുറിച്ചിട്ടൊന്നും ഫ്യൂച്ചറിൽ പറഞ്ഞിട്ടില്ലല്ലോ. എന്തോന്ന് ഫ്യൂച്ചറില്? ഫ്യൂച്ചറിൽ എങ്ങനെ ഞാൻ പറയാ? ഞാൻ പ്രസന്റിലല്ലേ പറയാ. നീ ആരാ? ഞാൻ റീന. ഈ ഫ്യൂച്ചറില് എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന് നിനക്കറിയോ? ഓ, ഫ്യൂച്ചറില് നീ എന്റെ പിറകെ നടക്കായിരുന്നു, ഇപ്പൊ ഞാൻ നിന്റെ പിറകെ നടക്കുക. എന്തൊരു വിധിയായത്. ആരാ ശ്രദ്ധിക്കുന്നത്? ഫ്യൂച്ചറ് നിന്നെ ഇഷ്ടമാണ് അതോ ഇതൊക്കെ പറയുന്ന? എന്റെ കീർത്തി, എനിക്കൊന്നും അറിയാൻ പാടില്ല. ട്യൂഷൻ ക്ലാസ് തുടങ്ങിക്കട എന്റെ പിറകെ നടക്കല്. ഒന്നും പിടുത്തം കിട്ടണില്ല. ശരിക്കും ഹൃത്തിക്കിനെ എന്നു മുതലായിരിക്കും ഇഷ്ടപ്പെടാൻ തുടങ്ങിയേ? അതാണ് ഞാൻ എത്ര പുറകെ നടന്നിട്ടും എന്നെ ഇഷ്ടപ്പെടാത്തെ. ഹൃത്തിക്, ഇങ്ങോട്ട് നോക്ക്. എന്താ? നീ ഇപ്പൊ വെറുതെയാ ഈ കീർത്തിയെ കൊണ്ട് നടക്കുന്നേ. വിത്തിൻ 2 വീക്സ് അല്ലെ 1 വീക്ക് എനിക്കറിയത്തില്ല, എങ്ങനെയായാലും നിങ്ങൾ ബ്രേക്കപ്പ് ആവും. ഫ്യൂച്ചറിലാണെങ്കിൽ നമ്മൾ മീറ്റ് ചെയ്യും. എനിക്ക് എന്നെ ഇഷ്ടമാവും. എന്റെ ദൈവമേ, എന്താ കുട്ടി പറയണേ? ഫ്യൂച്ചറോ? ഫ്യൂച്ചറത്തെ കാര്യം എങ്ങനെ നമുക്ക് മനസ്സിലാവുക? ഹൃത്തിക്, നീ കാരണോ ഞാനിപ്പോ എന്റെ പാസ്റ്റിലോട്ട് വന്നേ. എനിക്ക് എന്റെ ഫ്യൂച്ചറിലോട്ട് പോണം. അതിന് നീയേ ഒരു വഴിയുള്ളൂ. ഞാൻ കാരണം നീ എങ്ങനെ പാസ്റ്റിലോട്ട് വരാ? എന്തൊക്കെ ഈ പറയണേ? സത്യമാ ഞാൻ പറയണത്. പ്ലീസ് ഹൃതിക്, നീ വന്നേ. ശരിയാ ശരിയാ. അല്ലേലും ഇവളോടൊക്കെ എന്തിനാ ഞാൻ റിപ്ലൈ എടുക്കണേ? ഞാൻ പറയുന്ന കേക്ക്. നീ പറയുന്ന എന്ത് കേക്കാനാ? ഞാനും കീർത്തി ഇഷ്ടത്തിലാണ്. നിനക്കത് പറഞ്ഞാ മനസ്സിലാവൂലേ? ഓക്കെ ശരി, എനിക്ക് മനസ്സിലായി. ഹോ, എടാ ഹൃത്തിക്കേ, ഇങ്ങോട്ടൊന്ന് വേഗം വാ. എന്താ എന്താ കാര്യം? എന്താടാ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ കേട്ടല്ലോ. ട്യൂഷൻ ക്ലാസ്സില് റീനാന്ന പെൺകുട്ടീനൊക്കെ കേട്ടു. ഇതിപ്പോ ആരാ അച്ഛനോട് പറഞ്ഞേ? ഇതുള്ളതാണപ്പോ? ദേ അച്ഛാ, എനിക്ക് അങ്ങനെ ഒന്നുമില്ല. വെറുതെ ഇനി എനിക്ക് അല്ലെങ്കിൽ ദേഷ്യത്തിൽ നിൽക്കുക ഞാന്. അപ്പോഴാ ഷെടാ, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞാ പോരെ, ചൂടാവണോ? പിന്നെ ഇല്ലാത്ത കാര്യം പറഞ്ഞാ ആരായും ചൂടാവോ? എന്റെ അമ്മോ, എന്നാ നീ പോയിക്കോ. ഞാൻ വെറുതെ ചോദിച്ചതാ. ഞാൻ ചൂടായതൊന്നല്ല, ഞാൻ കാര്യം പറഞ്ഞതായിരുന്നു. സോറി. ഓക്കെ ഓക്കെ, പൊക്കോ പൊക്കോ. പോയി 2 അക്ഷരം പഠിക്കുക. പിന്നെ നാളെ ട്യൂഷൻ ഫീ എടുക്കാനുള്ളത് അമ്മയോട് ചോദിച്ചാൽ മതി കേട്ടോ. പൈസ കൊടുത്തിട്ടുണ്ട്. ആ ശരി അച്ഛാ. ചേടാ, ഇവനെന്തിനാ ഇങ്ങോട്ട് വരുന്നേ? ആ, എനിക്ക് അറിയാൻ പാടില്ല. ഇനി അവൻക്കെല്ലാം മനസ്സിലാവുമെന്ന് എനിക്ക് അറിയില്ല. മനസ്സിലായ അത്രയും നല്ലത്. ഇത്ര ദിവസമായി ഞാൻ കാത്തു നിൽക്കണ. നീ ഇന്നലെ എന്റെ അച്ഛനെ കണ്ടീനോ? എന്റെ അച്ഛന്റെ കടയ്ക്ക് പോയിനോ? അച്ഛന്റെ കടയ്ക്കോ? എനിക്ക് ഓർമ്മയില്ല. ചേടാ, നീ ഇത്ര പെട്ടെന്ന് മറന്നറിയണ? നമ്മളല്ലേ ഋത്തിക്കിന്റെ അച്ഛന്റെ ബേക്കറി കടയിൽ പോയിട്ട് 2 പഫ്സും ഒരു ലൈമൊക്കെ കുടിച്ചേ? ചേടാ, ഈ പെണ്ണിതെല്ലാം കോളാക്കൂ. നീ ഇത്ര പെട്ടെന്ന് മറന്നാ? ഞാൻ അപ്പഴേ പറഞ്ഞതാ നിനക്ക് എന്തോ കാര്യത്തിൽ കുഴപ്പമുണ്ടെന്ന്. കുഴപ്പം എനിക്കില്ല, നിനക്കാ. അപ്പൊ നീ അച്ഛനെ കണ്ടു. അച്ഛനോട് എന്താ നീ പറഞ്ഞേ? അത് പിന്നെ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. റീന, എനിക്ക് നിന്നോട് ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒരു ദേഷ്യം പോലും ഇല്ല. ഇനി നീ കാരണമായിട്ട് അതുണ്ടാക്കരുത്. ഞാനെന്താ ചെയ്തേ? ഞാനൊന്നും ചെയ്തില്ല. പിന്നെ നീ എന്താ എന്റെ അച്ഛനോട് പോയി പറഞ്ഞേ? സോറി, ഐ ആം റിയലി സോറി. ഞാൻ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ ഞാൻ കാര്യം പറയട്ടെ, നീ വെറുതെയാ ആ കീർത്തിയെ കൊണ്ട് നടക്കണേ. നീ ഫ്യൂച്ചറില് എന്നെ ഇഷ്ടപ്പെടോ? വെറുതെ എന്തിനാ ഈ സമയം കളയണേ? നിനക്കെന്താ വട്ടാണോ? ഫ്യൂച്ചറത്തെ കാര്യമൊക്കെ എങ്ങനെ നമുക്കറിയാൻ പറ്റാ? ദേ, ഞാൻ കീർത്തിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് അവളെ ഒത്തിരി ഇഷ്ടമാണ്. ഞങ്ങൾ ഫ്യൂച്ചറിൽ കല്യാണം കഴിക്കുകയും ചെയ്യും. കാണാം, നമുക്ക് നന്നായിട്ട് കാണാട്ടോ. ആ കാണാം. സോറി, നീ എന്നോട് പറഞ്ഞില്ലല്ലോ അതൊന്നും പറയരുതെന്ന്. ഞാൻ വിചാരിച്ചു നീ മറന്നു കാണുന്നു. അതാ ഹെൽപ്പ് ചെയ്തേ. ഇനി മേലാർക്ക് ഇമ്മാതിരി ഹെൽപ്പ് ചെയ്ത് നിന്റെ അടുത്തേക്ക് വരരുത് കേട്ടോ. എല്ലാം കോളാക്കി. നീ എന്തിനാ അങ്ങനത്തെ ഓരോന്ന് പറയാൻ പോണേ? അവൻ പറഞ്ഞാലും കാര്യമുണ്ട്. ഫ്യൂച്ചർ ഒന്നും നമുക്കറിയാൻ പറ്റില്ല. അത് നീയാണ് തീരുമാനിക്കണ്ടേ. ശേഷേ പോവാൻ നോക്ക. അമ്മമ്മ എന്തായാലും 1-2 ആഴ്ച നല്ല സുഖമായിട്ട് ജീവിച്ചോ. അതെന്താ മോളെ അങ്ങനെ പറയാനുള്ള കാരണം? ഹേയ്, ഒന്നുമില്ല, വെറുതെ ചുമ്മാ പറഞ്ഞ. മതി മതി നിന്റെ ചുമ്മാ പറച്ചില്ല. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കണോ? അവൾ എന്തൊക്കെയോ പ്രഡിക്റ്റ് ചെയ്യാ. ഞാനൊന്നൊന്ന് പ്രഡിക്റ്റ് ചെയ്യാനമ്മേ. മകളെന്തായാലും സ്കൂളിൽ പോയി
പോയിട്ട് വാ. അച്ഛമ്മേ, ഞാൻ സ്കൂളിലേക്കല്ല പോണേ, ട്യൂഷൻക്കേ പോണേ. ഒക്കെ സെയിം തന്നെ, എല്ലായിടത്തും ഈ പഠിത്തം തന്നെയല്ലേ ഉള്ളൂ. A few minutes later. ഹായ്, നല്ല ഫ്രഷ് സ്ട്രോബെറീസ് ആണല്ലോ. ഇത് ഹൃത്തിക്കിന് ഒത്തിരി ഇഷ്ടാണല്ലോ സ്ട്രോബെറി. കുറച്ചെണ്ണം വാങ്ങിക്കാം. എന്താ മോളെ, സ്ട്രോബെറി വേണോ? ആ ചേട്ടാ, നല്ല ഫ്രഷ് സ്ട്രോബെറി അല്ലേ? മധുരം ഉണ്ടോ? അതെ അതെ, മധുരം തന്നെയാണുള്ളത്, ഫ്രഷ് ആണ്. ഇതാ മോളെ. നല്ല രീതിക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, കൊള്ളാം കൊള്ളാം. ഈ സ്ട്രോബെറീസ് ഞാൻ ഹൃത്തിക്കിന് കൊണ്ടേ കൊടുക്കും. അപ്പൊ ചോദിക്കും, എനിക്ക് എങ്ങനെ മനസ്സിലായേ എനിക്ക് സ്ട്രോബെറി എങ്ങനെ ഇഷ്ടായതെന്ന്. അപ്പൊ ഞാൻ പറയും, ഇപ്പൊ എന്നെ നിനക്ക് മനസ്സിലായോ എന്ന് ഞാൻ ചോദിക്കും. ഞാൻ ഫ്യൂച്ചറിൽ വന്നതാന്നൊക്കെ പറയൂ. 1 hour later. ചേടാ, പണി നല്ല ഏറ്റിട്ടുണ്ടല്ലോ. ഈ അല്ലീനെ വിചാരിച്ച എന്തെങ്കിലും നടക്കാതായിട്ടുണ്ടോ? നെവർ. അതുപോലെ തന്നെ ഇതോ. എനിക്ക് ഹൃത്തിക്കിനെ ഒത്തിരി ഇഷ്ട. ഒത്തിരി വെച്ചാ ഒത്തിരി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് സ്കൂളിൽ പഠിക്കാൻ പറ്റില്ല. ട്യൂഷനെങ്കിൽ ട്യൂഷൻ. ഹൃത്തിക്കും കീർത്തിയും തമ്മിൽ ബ്രേക്കപ്പ് ആവും. അതിനുള്ള എല്ലാ പണികളും ഞാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് ഹൃത്തിക്ക് ദേഷ്യത്തോട് കൂടിയിട്ട് ഫോൺ നോക്കിക്കൊണ്ടിരിക്കണേ. അത് ശരിയാ, ഇന്നത്തെ പോലെ സന്തോഷത്തോട് കൂടിയിട്ടല്ല അവൻ ഫോണിൽ ചാറ്റ് ചെയ്യുന്നത്. എന്താ റീന, ഭയങ്കര സന്തോഷം. അത് പിന്നെ ഞാനൊരു സ്പെഷ്യൽ സാധനം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. സ്പെഷ്യൽ സാധനോ? അതെന്താ? ഹൃത്തിക്കിന് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ടാ, അതാണ് സ്ട്രോബെറി. സ്ട്രോബെറി ഇഷ്ടമെന്ന് അവൻ നിന്നോട് വന്ന് പറഞ്ഞോ? ഇല്ല ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫ്യൂച്ചറിന് വന്നതല്ലേ. തുടങ്ങി ഫ്യൂച്ചർ പാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ്. ഷെടാ, നീ ഇത് കണ്ടോ? ഞാൻ സ്ട്രോബെറി എടുക്കുന്ന സമയത്ത് സന്തോഷത്തോട് കൂടി വാങ്ങും. എന്നിട്ട് അവൻ ചോദിക്കും, നിനക്കെങ്ങനെ ഇതൊക്കെ മനസ്സിലായിന്ന് ചോദിക്കും. ഇപ്പൊ ചോദിക്കും, നിനക്കെന്താ കാര്യമായിട്ട് പറ്റിക്കണ? ഒന്നും പറ്റിയിട്ടില്ല, ഞാനിത് പോയി കൊണ്ടേ കൊടുക്കട്ടെ. അത് ശരിയാ, വേഗം കൊണ്ടേ കൊടുക്ക. എന്തൊക്കെ ഈ കീർത്തി അയക്കണേ? കീർത്തിക്ക് മുന്നുള്ള സ്വഭാവമല്ല ഇപ്പൊ കാണിക്കണേ. ഇവിടെ ഞാൻ നേരത്തെ അറിയേണ്ടതായിരുന്നു. ഇവളെന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യണേ? എനിക്ക് എന്ത് ഇഷ്ടമായിരുന്നു കീർത്തി. Who is girl? അതാ ഞാനും ചിന്തിക്കണേ, ഇവളേതാ? ഇവളെന്തിനാ ഹൃത്തിക്കിനൊപ്പം നിക്കണേ? അതാ ഞാനും ചിന്തിക്കണേ. ഇവളെ പേര് റീന എന്നല്ലേ? അതെ അതെ. ഹൃത്തിക് ബിസി ആണോ? ആരാ? എന്താ? ബിസി ആണ്. എന്താ വേണ്ടേ? ഭയങ്കര ചൂടിലാണല്ലോ. ഈ ചൂടില് ഞാനൊരു സാധനം തരട്ടെ, നീ ഒത്തിരി ഹാപ്പി ആവും. വെയിറ്റ്, ഞാനത് എടുക്കാൻ പോവാണേ. ഇതെന്താ സ്ട്രോബെറി ആയിട്ടോ? നീ ഇവിടെ സ്ട്രോബെറി വിൽക്കണ ആരെയാണോ? ആ, എനിക്കറിയത്തില്ല. ഒരാളെ എങ്ങനെയെങ്കിലും അകറ്റുമ്പോ ഒരാൾ കേറി വരികയാണല്ലോ. ഹൃത്തിക്, ഇത് നോക്ക്, എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാ ഇത്. ഇത് ഒത്തിരി ഉണ്ട്. ഇപ്പൊ തന്നെ ബ്രേക്കപ്പ് ആവണോ? ഹൃത്തിക്, ഇവരെന്താ മെയിൻ ചെയ്യാത്തേ? ഹലോ. ഷെടാ, ഇവളെന്താ മെസ്സേജ് അയച്ചേ? എന്തൊക്കെയാ പറയണേ? ഷെടാ, ഈ പെണ്ണ് ഇതെന്തോന്നാ? എനിക്കിതും വേണ്ട. കൊണ്ടുപോ നിന്റെ ഒരു സ്ട്രോബെറി. ഞാനിവിടെ കാര്യത്തിൽ ചാറ്റ് ചെയ്യുമ്പോഴാ നിന്റെ ഒരു സ്ട്രോബെറി. എന്താ പെണ്ണെ, നിനക്ക് വേറൊരു പണിയില്ലേ? ഹൃത്തിക്കിനെ പിറകെ നടക്കാനാ സ്ട്രോബെറിന് വന്നിരിക്കണേ. ഓരോ സ്ട്രോബെറിയിൽ മയങ്ങുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? റീന, ഞാനോട് അന്നേ പറഞ്ഞല്ലേ, നീ എല്ലാം നിർത്ത്. നീ എത്രത്തോളം അടുക്കാൻ ശ്രമിക്കണോ അത്രത്തോളം അവരെ നിന്നെ അവോയ്ഡ് ചെയ്യാൻ നിൽക്കുക. പ്ലീസ് റീന, പ്ലീസ്. അല്ല, അവൻ ഫ്യൂച്ചറിൽ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഉറപ്പാ. പ്ലീസ് ലവ് മീ. നോക്കിക്കോ, നീ എല്ലാവരും നോക്കിക്കോ. എന്താ ഹൃത്തികേ, നീ എന്തിനാ എന്നെ എപ്പോഴും അവോയ്ഡ് ചെയ്യണേ? ഞാൻ എന്താ ചെയ്തേ? ഞാൻ ഉള്ള കാര്യം പറയുന്നേ. ഫ്യൂച്ചറില് നീ എന്നെ ഇഷ്ടപ്പെടും. ഇന്ന് ഞാൻ എത്ര സ്നേഹത്തോട് കൂടിയിട്ടാ
അപ്പൊ നിനക്കത് ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങ് ഒഴിവാക്കി. എല്ലാരും എന്നെ നാണം കെടുത്തി. എനിക്ക് ഒരുപാട് സങ്കടായി. ഇനി ചിലപ്പോ ഏത് ടൈമിലായിരിക്കും ഹൃത്തിക്ക് എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയേ? ഈ പറയണ കീർത്തിയായിട്ട് ബ്രേക്കപ്പ് ആയതിനു ശേഷാവോ? ഒന്നും അങ്ങ് പിടുത്തം കിട്ടണില്ലല്ലോ. എനിക്ക് എന്റെ ഫ്യൂച്ചറിലോട്ട് പോവാൻ തോന്നാ. എങ്ങനെയപ്പോ ഞാൻ പോവാ ഒന്നും എനിക്ക് അറിയില്ല. പ്ലീസ് ഋതിക്, ഒരേ ഒരു തവണ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മാത്രം മതി. അത് മാത്രമേ ഉള്ളൂ. The next day. A few moments later. ക്ലാസ് വിട്ടുപോതിനെന്തേ ഇത്ര പെട്ടെന്ന് പോയി? ഓ, വല്ല അർജന്റ് കാര്യം ഉണ്ടാവും. അതിനിപ്പുറത്ത് ഭയങ്കര മഴയാണല്ലോ. ഷെടാ, അവന്റെ അടുത്ത് കൊട കാണും. അവന്റെ അടുത്ത് കൊട കാണത്തില്ല. അവൻ കൊട എടുക്കാനേ ഭയങ്കര മടിയാ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഫ്യൂച്ചറില് അവൻ കൊട മറന്നിട്ട് ഞാൻ കൊട കൊടുത്തിട്ടുണ്ടായിരുന്നു. തുടങ്ങി ഫ്യൂച്ചർ. നീ ഒന്ന് പെട്ടെന്ന് പുറത്തേക്ക് വാ. നീ ഇപ്പൊ എവിടേക്ക് പോണേ? അവന്റെ ബാഗിന്ന് എന്തൊക്കെയോ വീണുകണ. അതിന് നിനക്കെന്താ? എന്താ നീ ഇങ്ങനെ പറയണ അമ്മു? ഇനി ആ സാധനം അന്വേഷിച്ചു വന്നാലോ? അയ്യോ, അതിനെന്താ? ഒരു ദേഹം കാണിക്കാതെ അത്രയും പിള്ളേരെ മുന്നേ വെച്ചിട്ട് നിന്നെ നാണം കെടുത്തിയില്ലേ? എന്നിട്ടും എനിക്കതൊന്നും കുഴപ്പമില്ല. ഇത് കീർത്തിയുടെ ഫോട്ടോ അല്ലേ? അപ്പൊ ശരിക്കും നിനക്ക് കീർത്തിയെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഇപ്പോഴാ മനസ്സിലായേ. എടാ ഹൃത്തികേ, നീ എപ്പോഴാ എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയേ? എനിക്ക് മനസ്സിലാവണില്ല. എനിക്ക് പാസ്റ്റ് വേണ്ട. എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന ആ ഫ്യൂച്ചറിലുള്ള ഹൃത്തിക്കിനെ മതി. ഇവിടെ ഉണ്ടായിരുന്നോ? ആരിത്? റീനയോ? അതെ, സംശയമുണ്ടോ? ഒരു സംശയമില്ല. ഏതിലിട്ടത്ത് കണ്ടാലും റീനെ എനിക്ക് മനസ്സിലാവും. ഇതാ ലെറ്റർ. ചേച്ചേ, എനിക്ക് ഈ ലെറ്ററിലൂടെ ഒന്നും എഴുതി കാണിക്കണ്ട. നീ നേരിട്ട് പറഞ്ഞോ. ഞാൻ ഓക്കെയാണ്. ഞാൻ എന്തോന്ന് പറയാന്? ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ പോലും എന്നോടൊപ്പം ജീവിക്കുന്നല്ലേ? അല്ല. അപ്പോ ഈ ജന്മത്തിലാണോ? ഹൃത്തിക്ക് ഓവർ ഷോറുകളെ. A few moments later. നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് ഇപ്പൊ എന്താ ചർച്ച എന്നറിയോ? എന്താണ്? ആ റീന എന്ന പെൺകുട്ടി ഹൃത്തിക്കിന് പുറകെ എപ്പോഴും നടക്കാനാ. നമ്മുടെ ക്ലാസ്സിലെ ട്യൂഷൻ കുട്ടികളെ പല സ്ഥലങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓ മൈ ഗോഡ്, ഇത്രക്ക് ധൈര്യമോ? ഇതിനുള്ള പണിഷ്മെന്റ് അവൾക്ക് കിട്ടിയേ പറ്റൂ. അതെ, കീർത്തി അങ്ങോട്ട് ഒഴിവാക്കിയപ്പോ അടുത്ത് കേറി വന്നിരിക്കണ. ഷെടാ, ഇതിലൊരു അന്ത്യമില്ലേ? നോക്കിക്കോ, ഇത് ഹൃത്തിക്കിന്റെ അവസാനത്തെ എക്സ് ആയിരിക്കും. ഇന്ന് അവൾക്ക് ട്യൂഷൻ ക്ലാസ്സിന് ഒരു കിടിലം പണി ഒപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഷെടാ, ആ ക്യാഷ് എവിടെ പോയി? ട്യൂഷൻ ഫീസായിട്ട് ഞാൻ 6 രൂപ കൊണ്ടുവന്നിരുന്നോ? നീ അതെങ്ങാനും കണ്ടോ? ഞാൻ കണ്ടില്ല. അയ്യോ, അമ്മ എനിക്ക് കൊടുത്തയച്ചതായിരുന്നു. ഞാനാണെങ്കിൽ ബാഗിൽ ഇട്ടതാണല്ലോ. ഇനെങ്ങാനും വീട്ടിൽ വെച്ച് മറന്നു കാണോ? ഷെടാ, ആ കീർത്തിയായിട്ട് ബ്രേക്കപ്പിന് ശേഷം എനിക്ക് ഒന്നും അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. അല്ലടി, ഹൃത്തിക്കിന് എന്താ പറ്റിയേ? അവൻ എന്തൊക്കെയോ തിരയുണ്ടല്ലോ. അവന്റെ എന്തോ പൈസ കാണാനില്ല പറഞ്ഞിട്ട് കുറെ നേരമായി. എന്നോട് ചോദിച്ചീനോ? ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ലാന്ന്. എന്നോട് ആരും ചോദിച്ചില്ല. ഷെടാ, നിന്നോട് ചോദിക്കുന്ന നിർബന്ധമുണ്ടോ? ഒന്ന് മിണ്ടാതിരി പെണ്ണേ. അതല്ല, പൈസ എവിടെ പോയി കാണോ? അതാ ഞാനും ചിന്തിക്കുന്നേ. 1000 രൂപ ഉണ്ടെന്നാ പറഞ്ഞേ. ട്യൂഷൻ ഫീസായിട്ട് ഒന്നിട്ട് എടുക്കാൻ കൊടുന്നാ തോന്നുന്നു. ഷെടാ, പിന്നെ ഇങ്ങനെ ടെൻഷൻ ഇല്ലാതിരിക്കാ. 1000 രൂപ കാണാതായാല് ഞാനും കൂടി ഒന്ന് സഹായിച്ചു കൊടുക്കട്ടെ. ഇവിടെ എവിടെങ്കിലും വീണിട്ടുണ്ടെങ്കിലോ? റീന, ഞാൻ നിന്നോട് ഒരു 10,000 പ്രാവശ്യം പറഞ്ഞു ഹൃത്തിക്കിന്റെ വൈത്താലെ പോവരുതെന്ന്. നീ റിയലൈസ് ചെയ്യ, അവർക്ക് നിന്നോടും നിനക്ക് അവനോട് ഇഷ്ടമില്ലെന്ന് അങ്ങ് വിചാരിക്കുക. ഇപ്പോ എങ്ങനെയൊക്കെ ആയാലും ഫ്യൂച്ചറിൽ ഞങ്ങൾ ഒന്നിച്ചാവും. അത് ഫ്യൂച്ചർ. ഇപ്പൊ നടക്കുന്നത് പ്രസന്റ്. എന്തെങ്കിലും ആവട്ടെ. നീയും നോക്ക്, ഇവിടെ എവിടെങ്കിലും കാണുന്നേ. ഷെടാ, ഈ പെണ്ണ് എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. ഹലോ, നിങ്ങളൊക്കെ ബാഗില് എന്റെ പൈസ ഉണ്ടോന്ന് നോക്കുവോ? 1000 രൂപയായിരുന്നോ? ട്യൂഷൻ ഫീ എടുക്കാൻ വേണ്ടിട്ട് ഞാൻ കൊണ്ടുവന്നതായിരുന്നു. ഇപ്പൊ അതിൽ കാണുന്നില്ല. ആടാ, നോക്കാം. ഞങ്ങൾ ഞങ്ങളുടെ ബാഗ് ഒന്ന് തപ്പി നോക്കട്ടെ. ഇവിടെയൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾ നോക്കാം. ഒരുപാട് താങ്ക്സ്. ഷെടാ, പൈസ ഉള്ളിടത്ത് തപ്പിയാലല്ലേ പൈസ കിട്ടത്തുള്ളൂ. അല്ലാത്ത സ്ഥലത്ത് തപ്പിട്ടാ എന്ത് കാര്യമുള്ളേ? അത് ശരിയാ. ഇവരാ ബെഞ്ചിന്റെ അടിയിലും ഡെസ്കിന്റെ അടിയിലും ബാഗിന്റെ ഉള്ളിലൊക്കെ ചെക്ക് ചെയ്തിട്ട് എന്താ കാര്യം? ക്യാഷ് ഉള്ള സ്ഥലം ഇത് എന്റെ തൊട്ട് ബാക്കിലാ. ഈ അലീന
വിചാരിച്ച നടക്കാത്തതായിട്ട് എന്തുണ്ട്? എല്ലാം നടക്കും. നീ പൈസ കണ്ടോ ഋത്തിക്? എന്താ നിനക്ക് സമാധാനായല്ലോ? ആ കീർത്തി ഞാനും ബ്രേക്കപ്പ് ആയി. ഇപ്പൊ നിനക്ക് നല്ല സമാധാനായി കാണും. ഞാൻ എന്താ ചെയ്തേ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഞാൻ എന്നോട് അന്നേ പറഞ്ഞതാ രണ്ടാൾ തമ്മില് ബ്രേക്കപ്പ് ആവുന്നൊക്കെ. അപ്പൊ എനിക്ക് വിശ്വാസമായില്ല. പിന്നെ നീ വല്ല മന്ത്രവാദിയാണല്ലോ പ്രവചിക്കാനായിട്ട്. നീ എന്തെങ്കിലും പാടി ഒപ്പിച്ച് കാണും. അതാണ് ഞങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയേ. ഞാൻ എന്തോന്ന് പണി? ഞാൻ ഒന്നും ഒപ്പിച്ചിട്ടില്ല. മിണ്ടരുത് നീ. നിന്റെ പൈസ ചിലപ്പോ പുറത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ? അതിന് നിനക്കെന്താ? എന്റെ ക്യാഷ് നിനക്കെന്താ അതിൽ കാര്യം? നീ തരേണ്ട. റീന, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഈ പണി ചെയ്യാൻ നിക്കണ്ടാന്ന്. അവന്റെ ക്യാഷ് നിനക്കെന്താ അതിൽ കാര്യം? നീ വന്നേ, നമുക്ക് ഒരുപാട് നോട്ട്സ് എഴുതിയിരിക്കാനുള്ളതാ. എന്താണ് അമ്മു? ഹലോ ഗായ്സ്, നിങ്ങളെന്താ ആ പൈസ തപ്പാണോ?